നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ആലത്തൂർ കോടതിയിലാണ് 480 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. ചെന്താമര സുധാകരന്റെ അമ്മ ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് കണ്ടെന്ന ദൃക്സാക്ഷിയുടെ മൊഴി ഏറെ നിർണായകമാണ്. കൊലയ്ക്ക് കാരണം പ്രതിയുടെ കുടുംബം തകർത്തതിലുള്ള പകയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കുറ്റപത്രത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഡിവൈഎസ്പി എൻ മുരളീധരന്റെ പ്രതികരണം കേൾക്കാം ആദ്യം. ഞങ്ങൾ എല്ലാ ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റലായിട്ടുള്ള എല്ലാ എവിഡൻസും മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കേസിൻ്റെ റിവ്യൂ റേഞ്ച് തലത്തിലെ DIG ഹരിശങ്കർ സാറും പിന്നെ ഞങ്ങളുടെ SP ജിത് കുമാർ സാറും ഒരാഴ്ച നോക്കുമായിരുന്നു. പിന്നെ ലീഗലി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് കുറ്റപത്രം കൊടുത്തത്. പിന്നെ കിട്ടാനുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം നേരത്തെ തന്നു. ലാബുകാർ പെട്ടെന്ന് അതെല്ലാം ഞങ്ങൾക്ക് തന്നു. പിന്നെ പോലീസിൻ്റെ ഒരു ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു SP സാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ 60 ദിവസത്തിനകം തന്നെ തീർക്കാൻ പറ്റും. 60 ദിവസമായിരുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ SP സാർ പറഞ്ഞ് 60 ദിവസം ആക്കേണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്താണ്. ബാക്കിയെല്ലാം ബഹുമാനപ്പെട്ട കോടതി ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി കോടതി തീരുമാനങ്ങൾക്ക് നല്ല സാക്ഷികളെ ദൃക്സാക്ഷിയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണന. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ അങ്ങനെ 90 ദിവസത്തിന് മുൻപേ തന്നെ 60 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടി ഈ കേസിലുണ്ട്. എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷകൾ കേസിന്റെ മുന്നോട്ട് പോക്കിൽ? വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ തെളിവുകൾ കൊണ്ടൊരുക്കിയ ഒരു കുറ്റപത്രം, അങ്ങനെ വേണം നമുക്ക് ഈ കുറ്റപത്രത്തെ വായിച്ചെടുക്കാൻ. കാരണം മറ്റ് കൊലക്കേസുകളിലടക്കം പ്രയോഗിക്കാത്ത പല നൂതനമായ സാങ്കേതിക വിദ്യകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ പ്രതി ചെന്താമരയാണ് വെട്ടിയതെന്ന് തെളിയിക്കുന്നതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചത് DNA പരിശോധനയിലൂടെയാണ്. അതായത് കൊടുവാളിൻ്റെ പിടിയിൽ ചെന്താമരയുടെ DNA സാമ്പിളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെട്ടാൻ ഉപയോഗിച്ച ഭാഗത്ത് സുധാകരൻ്റെ ഇത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും രക്തത്തിൻ്റെ DNA പരിശോധനയും ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പ്രതിഭാഗത്തിന്റെ പ്രധാന വാദങ്ങളിലൊന്ന് ഇതുവരെ താനൊരു ഇടങ്കയ്യനാണ്, ചെന്താമര ഒരു ഇടങ്കയ്യനാണ്, അയാളെ കൊണ്ട് ഇത്തരത്തിൽ ആഞ്ഞു വെട്ടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ചെന്താമര ഇടങ്കയ്യനാണെങ്കിൽ കൂടി ഇതുപോലെ വെട്ടാൻ കഴിയും എന്ന് തെളിയിക്കുന്ന പല രേഖകളും ഈ കുറ്റപത്രത്തിനോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. കേസിലെ ഏക ദൃക്സാക്ഷി ഗിരീഷിന്റെ മൊഴിയും നിർണായകമാണ്. ആ മൊഴി പകർപ്പുകളും ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 132 സാക്ഷികളാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗൂഗിൾ ടൈം ലൈൻ കോടതി തയ്യാറാക്കിയാണ് കുറ്റപത്രത്തിനോടൊപ്പം ഈ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ ടൈം ലൈനിൽ ഈ കൊലപാതകം നടക്കുമ്പോൾ സുധാകരൻ എവിടെ, ആദ്യ സാക്ഷി, ഒന്നാം സാക്ഷി എവിടെ, രണ്ടാം സാക്ഷിയുടെ പൊസിഷൻ എവിടെ, ഇവർ തമ്മിലുള്ള എത്ര അകല വ്യത്യാസമുണ്ട് തുടങ്ങിയ ഒരു വലിയ ഏരിയൽ ദൃശ്യത്തിലൂടെ അത് കാണാൻ കഴിയുന്ന ആ സമയത്തെ ഒരു ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ. പിന്നെ മറ്റൊന്ന്, ഈ പറഞ്ഞ എല്ലാ സാങ്കേതിക വിദ്യ കണക്ടിംഗ് എവിഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ പ്രതിഭാഗം ഇതൊക്കെ തന്നെ ഒരു പക്ഷേ ചലഞ്ച് ചെയ്യും. അപ്പോൾ ആ ചലഞ്ച് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ തന്നെ നല്ല രീതിയിൽ ഗൃഹപാഠം നടത്തിയാണ് ഈ കുറ്റപത്രം ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തയ്യാറാക്കിയത് എന്ന് വേണം പറയാൻ. അവിടെയാണ് ഈ പറഞ്ഞ ശാസ്ത്രീയ തെളിവുകളുടെ കാര്യം. പിന്നീട് ഈ സാക്ഷിമൊഴികളുടെയൊക്കെ പ്രാധാന്യം എത്രത്തോളമുണ്ട്, അവരൊക്കെ നൽകിയിരിക്കുന്ന രഹസ്യമൊഴി, ഇതൊക്കെ എത്രത്തോളം ഈ കേസിൽ നിർണായകമാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ കേസിൽ ഉള്ളത് ഏക ദൃക്സാക്ഷിയാണ്. അതായത് ഒരാൾ നേരിട്ട് കണ്ടത് ഒരാൾ മാത്രമാണ്, അല്ലെങ്കിൽ അത്ര അടുത്ത് നിന്ന് കണ്ടത് ഒരാൾ മാത്രമാണ്, ഗിരീഷ്. ആ ഗിരീഷിൻ്റെ മൊഴി വളരെ പ്രസക്തമാണ്. മറ്റ് സാക്ഷികളൊക്കെ തന്നെ ഈ സാഹചര്യത്തിലേക്ക് ചെന്താമര എത്തിയത് എങ്ങനെയെന്ന് തെളിയിക്കുന്ന മൊഴികൾ നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം ഓടിപ്പോകുന്ന ചെന്താമരയെ കണ്ടവരുണ്ട്. അത്തരത്തിലുള്ള നിരവധി മൊഴികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മറ്റ് സാക്ഷികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം DYSP ഏതായാലും കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് നല്ല സാക്ഷികളെ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദൃക്സാക്ഷി എടുത്തു ചോദിച്ചപ്പോൾ അതിപ്പോൾ പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വ്യക്തമാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് നല്ല സാക്ഷികളെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ, കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും, പരമാവധി ശിക്ഷ കുറ്റവാളിക്ക് ലഭിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അവർക്ക് ഈ ദൃക്സാക്ഷിയോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളുടെ ഒരു വല്ലാത്ത പിൻബലവും ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. അത് ഏതെല്ലാം വാദങ്ങൾ ഇനി പ്രതിഭാഗത്തിന് ഉയർത്താൻ കഴിഞ്ഞാലും അതിനെല്ലാം നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുരളീധരൻ DYSP പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിലും ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു കൃത്യമായ രീതിയിൽ. കാരണം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കേസാണ്. മാത്രമല്ല പോലീസിന്റെ ഒരു വീഴ്ച കൊണ്ട് വലിയ രീതിയിൽ ആഘാതം ഏൽപ്പിച്ച ഒരു കുടുംബം അനാഥമാകപ്പെട്ട ഒരു കേസാണിത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി മേൽനോട്ടം വഹിച്ചുകൊണ്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിലും ഒരു വെല്ലുവിളി ഇല്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അവർ പറയുന്നത്, അല്ലേ?
തീർച്ചയായും. അതായത് ഇതിലൊരു കുറ്റപത്രം സമർപ്പിച്ച ഒരു ടൈമുണ്ട്, അത് റെക്കോർഡ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. 58 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചൊരു കേസാണ്. അത് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും. കാരണം അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ വലിയ രീതിയിൽ അവരുടെ കരിയറിനെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കേസ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സൂക്ഷ്മത അവർ ഇതിലെല്ലാത്തിലും വച്ചു പുലർത്തി. പാലക്കാട് SP കൃത്യമായി തന്നെ ഇത് നിരീക്ഷിക്കുകയും ചെയ്തു. അജിത് കുമാറിൻ്റെ ഒരു വലിയ നിരീക്ഷണവും ഈ കേസിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല ശാസ്ത്രീയ തെളിവുകളും അദ്ദേഹത്തിനാണ് ഇത്തരത്തിലുള്ള പല സാങ്കേതിക വിദ്യകളും ഉണ്ടെന്ന് അറിഞ്ഞ് ആ രീതിയിലുള്ള കാര്യങ്ങളിലൂടെ പരീക്ഷിച്ചത് പലതും അജിത് കുമാർ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന കൊടുവാളിൽ നിന്ന് ഈ സ്കിൻ സാമ്പിളുകൾ ശേഖരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ ശാസ്ത്രീയ വിദ്യയിലേക്കൊക്കെ എത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു അറിവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു വ്യാപകമായി തന്നെ ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികൾ കുറവുള്ള കേസിലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ കേരള പോലീസ് മനസ്ഥിരുത്തി ഗൃഹപാഠം നടത്തി കഴിഞ്ഞാൽ ഏത് കേസും കുറ്റവാളികളൊക്കെ തന്നെ രക്ഷപ്പെട്ട് ജാമ്യം നേടി പോകാതിരിക്കാനുള്ള വഴി അടച്ചുകൊണ്ട് അതിവേഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റപത്രമാണ് ചെന്താമരയ്ക്കെതിരെ ഇപ്പോൾ ആലത്തൂർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്.